അസർബൈജാനിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ ഉണ്ടായിരുന്ന ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. തെക്കൻ അസർബൈജാനിലാണ് ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത്. ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെയും ഒപ്പമുണ്ടായിരുന്ന വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ അപ്രതീക്ഷിത അപകട മരണത്തിന്റെ ഞെട്ടലിലാണ് ലോകം. രാജ്യത്തിന്റെ അകത്തും പുറത്തും സംശയത്തിന്റെ വിരലുകൾ പലരിലേക്കും ചൂണ്ടുന്നുണ്ട്. ഒപ്പം റൈസിയുടെ മരണബെൽ മുഴക്കിയ ബെൽ 212 ഹെലികോപ്റ്ററിന്റെ സാങ്കേതിക മികവും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇറാൻ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും സഞ്ചരിച്ച ബെൽ 212 ഹെലികോപ്റ്റർ കനത്ത മൂടൽമഞ്ഞിൽ പർവ്വതങ്ങളിലൂടെ പറക്കുന്നതിനിടെയാണ് തകർന്നു വീണത്. വിയറ്റ്നാം യുദ്ധകാലം മുതൽ യൂട്ടിലിറ്റി ഹെലികോപ്റ്ററായി ആകാശം കണ്ടു തുടങ്ങിയ UH-1N ട്വിൻ ഹോയിയുടെ സിവിലിയൻ പതിപ്പ് ആഗോളതലത്തിൽ സർക്കാരുകളും സ്വകാര്യ ഓപ്പറേറ്റർമാരുമൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ബെൽ ഹെലികോപ്റ്റർ 1960കളുടെ അവസാനത്തിൽ കനേഡിയൻ മിലിറ്ററിക്ക് വേണ്ടി യഥാർത്ഥ UH-1 ഇറോക്യുവിന്റെ വികസിപ്പിച്ചെടുത്ത പതിപ്പാണ്. കൂടുതൽ ഭാരവുമായി പറക്കുവാൻ വേണ്ടി ഒന്നിനു പകരം 2 ടർബോഷാഫ്റ്റ് എഞ്ചിനാണ് പുതിയ പതിപ്പിൽ ഉള്ളത്. 1971 ബെൽ 212 കാലെടുത്ത് വെച്ചപ്പോഴേ അമേരിക്കയുടെയും കാനഡയുടെയും സൈന്യം 2 കൈയും നീട്ടി സ്വീകരിച്ചിരുന്നു ഈ ഹെലികോപ്റ്ററിനെ. തുടക്കത്തിൽ അമേരിക്കയിലെ ടെക്സസിലെ ഫോർട്ട് വർത്തിൽ എയ്റോസ്പേസ് കമ്പനിയായ ബെൽ, ഇപ്പോൾ ബെൽ ടെക്സ്ട്രോൺ നിർമ്മിച്ച ഹെലികോപ്റ്റർ പിന്നീട് കാനഡയിലെ ക്യൂബക്കിലേക്ക് മാറ്റുകയായിരുന്നു. പൈലറ്റ് ഉൾപ്പെടെ പരമാവധി 15 പേർക്ക് സഞ്ചരിക്കാവുന്ന ബെൽ 212 പല സാഹചര്യങ്ങൾക്കും യോജിക്കും വിധമാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. യാത്രയ്ക്കും അപ്പുറം കാട്ടുതീ ഉൾപ്പെടെയുള്ള അഗ്നിശമനത്തിനായും കാർഗോയായും ആയുധങ്ങൾ എത്തിക്കുവാനുമൊക്കെ സൈന്യം വ്യാപകമായി ഈ ഹെലികോപ്റ്റർ ഉപയോഗിക്കാറുണ്ട്. ഇബ്രാഹിം റൈസി യാത്ര ചെയ്ത ഹെലികോപ്റ്റർ പ്രധാനമായും ഭരണാധിപന്മാർക്കായി ഡിസൈൻ ചെയ്തതാണ്. അമേരിക്കയിൽ പോലീസും അഗ്നിശമന സേനാ വിഭാഗവും ബെൽ 212 ഹെലികോപ്റ്ററുകളാണ് കൂടുതലും ഉപയോഗിക്കുക. അമേരിക്കയെ കൂടാതെ ജപ്പാൻ കോസ്റ്റൽ ഗാർഡും തായ്ലാൻഡ് പോലീസുമൊക്കെ ബെൽ 212 ഉപയോഗിക്കുന്നുണ്ട്. ബെൽ 212 ഇതിനു മുമ്പ് അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 1997 ലൂസിയാനയിൽ മെക്കാനിക്കൽ ഫെയിലർ മൂലം തകർന്നു വീണപ്പോൾ 8 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2009 കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ ഉണ്ടായ അപകടത്തിൽ 18 പേർ കൊല്ലപ്പെട്ടു. 2018 അപകടത്തിൽ 4 പേരാണ് കൊല്ലപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ UAE-യിൽ 2023 ബെൽ 212 പണിമുടക്കിയിരുന്നു. 2021 കാനഡയിൽ ഉണ്ടായ ഒരു അപകടത്തെ തുടർന്ന് US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ബെൽ 212 ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്ററുകളുടെ സമഗ്ര പരിശോധന നടത്തണമെന്ന് നിർദ്ദേശിച്ചു. പ്രത്യേകിച്ച് ഹബ്സ്ട്രാപ്പ് പിൻ ഇൻസ്പെക്ഷൻസ്. തൊട്ടു പിന്നാലെ ട്രാൻസ്പോർട്ട് കാനഡ സിവിൽ ഏവിയേഷനും സമാന രീതിയിലുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചു. അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത 140 ഹെലികോപ്റ്റർ ഉൾപ്പെടെ ആഗോളതലത്തിൽ 400 ഹെലികോപ്റ്ററുകളെയാണ് ഈ നിർദ്ദേശങ്ങൾ മൂലം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടി വന്നത്. കനത്ത മൂടൽമഞ്ഞും മോശമായ കാലാവസ്ഥയിലും പ്രസിഡന്റ് ഇബ്രാഹിം റൈസി യാത്രയ്ക്കായി ഹെലികോപ്റ്റർ തെരഞ്ഞെടുത്തതെന്തെന്ന് ദുരൂഹമായി ഇപ്പോഴും തുടരുകയാണ്. ഇനി ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും സമയം. ആദ്യ അമ്പ് എയ്തിരിക്കുന്നത് മുൻ ഇറാൻ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജവാദ് സരീഫ്. അമേരിക്കയുടെ ഇറാന് മേലുള്ള ഉപരോധം, പ്രത്യേകിച്ച് വ്യോമയാന മേഖലയിലെ സ്പെയർ പാർട്സിന്റെ ലഭ്യതയില്ലായ്മയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിച്ച ഹെലികോപ്റ്ററിനെ അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24.